ലഗൂഡിയയിലെ ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു വിശുദ്ധ മാർട്ടിൻ ജനിച്ചത്. വിശുദ്ധ മാർട്ടിൻ തിയോഡോർ പാപ്പായുടെ കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിളിൽ പാപ്പായുടെ സ്ഥാനപതിയായി സേവനം ചെയ്തിരുന്നു. ബൈസന്റൈൻ കോടതിയുമായുള്ള ബന്ധം വഴി നേടിയ അനുഭവ സമ്പത്തും കിഴക്കൻ ഭാഗങ്ങളിൽ വ്യാപകമായിരുന്ന ഏകദൈവ വിശ്വാസ പ്രബോധനങ്ങളിലുള്ള അഗാധമായ അറിവും മാർട്ടിനെ പാപ്പാ പദവിയിലേക്ക് ഉയർത്തി. അങ്ങനെ 649 ജൂലൈ 5 വിശുദ്ധൻ പാപ്പയായി അഭിഷിക്തനായി. എന്നാൽ തികച്ചും സ്വതന്ത്രമായ ഈ പ്രവൃത്തി ചക്രവർത്തിയെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹം വിശുദ്ധ മാർട്ടിനെ ഔദ്യോഗിക പാപ്പായായി അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഒരു ഉറച്ച പാരമ്പര്യവാദിയായിരുന്ന മാർട്ടിൻ പാപ്പായായ ഉടൻ തന്നെ ഒരു സിനഡ് വിളിച്ചുകൂട്ടി. ഇതിൽ ഏതാണ്ട് 105ഓളം പാശ്ചാത്യ മെത്രാന്മാർ പങ്കെടുത്തു. ഈ സിനഡിൽ ഏകദൈവ വിശ്വാസത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചക്രവർത്തിയുടെ രീതികളെ പഠിക്കുകയും ചെയ്തു. ഒരു മാസമായപ്പോഴേക്കും സിനഡ് അതിന്റെ അവസാനത്തിലെത്തി. ഈ സിനഡിൽ മതവിരുദ്ധവാദങ്ങളെ എതിർക്കുവാനും അപ്പൊസ്തലന്മാരുടെ സത്യപ്രബോധനങ്ങളെ നിരോധിക്കുന്ന കോൺസ്റ്റാൻസ് ചക്രവർത്തിയുടെ പ്രവർത്തനങ്ങളെ നിന്ദിക്കുവാനും തീരുമാനമായി. ചക്രവർത്തിയെ തണുപ്പിക്കുന്നതിനായി വിശുദ്ധൻ തിരുസഭയുടെ ഏകീകരണത്തിനായുള്ള നല്ല തീരുമാനങ്ങളെ അംഗീകരിച്ചു. എന്നാൽ ഇതിൽ സന്തുഷ്ടനാവാതിരുന്ന കോൺസ്റ്റൻസ് അദ്ദേഹത്തിന്റെ മതപരമായ നയങ്ങളെ അവഗണിക്കപ്പെടാതിരിക്കുവാനായി തന്റെ പള്ളിയറ വിചാരിപ്പുകാരനായിരുന്ന ഒളിമ്പിയോസിനെ ഇറ്റലിയിലെ പാത്രിയാർക്കീസിന് കീഴെ അധികാരമുള്ള മെത്രാനാക്കുകയും തന്റെ നിയമനത്തിന്റെ അംഗീകാരത്തിനായി ഇറ്റലിയിലുള്ളവരുടെ കയ്യൊപ്പ് വാങ്ങി വരുവാനുള്ള ഉത്തരവുമായി ഇറ്റലിയിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ ഒളിമ്പിയോസ് ഒരു തികഞ്ഞ പരാജയമായിരുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലും ജനസമ്മതനായിരുന്ന പാപ്പായെ വധിക്കുവാനുമുള്ള ശ്രമത്തിലും അദ്ദേഹം പരാജയപ്പെട്ടു. തുടർന്ന് അദ്ദേഹം തന്റെ പദവി ഉപേക്ഷിച്ച് മുസ്ലിമുകൾക്കെതിരെ പടപൊരുതുവാനായി സിസിലിയയിലേക്ക് പോയി. പിന്നീട് 653 വേനൽക്കാലത്ത് കോപാകുലനായ ചക്രവർത്തി തനിക്ക് വഴങ്ങാത്ത പാപ്പയെ പിടികൂടി കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവുമായി തിയഡോർ കാലിയോപ്പോസിനെ എക്സാർക്കായി അയച്ചു. കാലിയോപ്പോസും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും അനുവാദം കൂടാതെ പാപ്പായുടെ വസതിയിൽ പ്രവേശിക്കുകയും ശയ്യാവലംബിയായിരുന്ന പാപ്പായെ പിടികൂടുകയും ചെയ്തു. കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള യാത്ര ഏതാണ്ട് 3 മാസത്തോളം എടുക്കുകയും ഇക്കാലയളവിൽ രോഗബാധിതനായിരുന്ന പാപ്പ ഒരുപാട് അവഹേളനങ്ങൾക്കും നിന്ദനങ്ങൾക്കും പാത്രമാവുകയും ചെയ്തു. അർശസും രക്തവാതവും കൊണ്ട് പീഡിതനായിരുന്ന പാപ്പായെ കോൺസ്റ്റാന്റിനോപ്പിളിൽ എത്തിയപ്പോൾ ഏകാന്ത തടവിലിടുകയും 653 ഡിസംബർ 16 വഞ്ചനയും രാജ്യദ്രോഹ കുറ്റവും ചുമത്തി വിചാരണയ്ക്കായി കൊണ്ടുവരികയും ചെയ്തു. മരണത്തിന്റെ വക്കിലെത്തിയിട്ടും തനിക്കെതിരെ ചുമത്തിയ വ്യാജ കുറ്റങ്ങൾ കേട്ട് പാപ്പ ചിരിച്ചുകൊണ്ടിരുന്നു. കോൺസ്റ്റാന്റിയോസ് മുൻപ് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്ന വിധി പ്രകാരം പാപ്പായെ പരസ്യമായി ചമ്മട്ടികൊണ്ട് അടിക്കുവാനും തുടർന്ന് വധിക്കുവാനും വിധിച്ചു. എന്നാൽ പാത്രിയാർക്കീസ് ആയിരുന്ന പോളിന്റെ ഇടപെടൽ മൂലം കൊല്ലുന്നതിനു പകരം നാടുകടത്തലായി ശിക്ഷ ലഘൂകരിച്ചു. ക്രിമിയയിലേക്ക് നാടുകടത്തുന്നതിന് മുൻപായി ഏതാണ്ട് 3 മാസത്തോളം വിശുദ്ധ മാർട്ടിൻ പാപ്പ ബൈസന്റൈൻ തടവറയിൽ കഷ്ടതകൾ സഹിച്ചു. 655 സെപ്റ്റംബർ 16 അതിശക്തമായ ശൈത്യവും പട്ടിണിയും മൂലം മാർട്ടിൻ പാപ്പ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. ദൈവഭക്തനായിരുന്ന മാർട്ടിൻ തന്റെ ജീവിതകാലത്ത് നിരവധി അവഹേളനങ്ങൾക്ക് പാത്രമായിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു രക്തസാക്ഷിയായി ബഹുമാനിക്കപ്പെട്ടു. ഏപ്രിൽ 13 റോമൻ സഭയിലും ഗ്രീക്ക് സഭയിലും ഈ വിശുദ്ധന്റെ തിരുനാൾ ദിനമായി ആഘോഷിക്കപ്പെടുന്നു.